യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ അമൃത വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പൊ അമൃത എന്റെ ആകെയുള്ള ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇൻ മൈ റൂംമേറ്റ് ആൻഡ് മൈ റൂം ഷെയറിംഗ് മൈ ബെസ്റ്റ്. ഓക്കെ ബൈ മുത്തേ. ഓക്കെ ശരി ബൈ. യെസ് ഗൈസ്, നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ്? അതെ ഗൈസ്, ബ്രൈഡ് ലുക്കിലാണ് ഞങ്ങള് പോവാൻ പോണത്. എൻഗേജ്മെന്റ് ആയത് ആരോടും പറയാൻ പറ്റിയില്ല. ഇന്നലെ തന്നെയാണ് ഡ്രസ്സും സാധനങ്ങളും പല സാധനങ്ങളും ഞാൻ മേടിച്ചെത്തിയത്. സോറി ഗൈസ്, എന്തായാലും കല്യാണം ഞാൻ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. അതെ, പെട്ടെന്നുള്ള ഒരു എൻഗേജ്മെന്റ് ആയിരുന്നു. സോ അതിൻ്റെതായ ഇതൊക്കെ ഇത് ഇന്ന് രാവിലെ മേടിച്ചതാണ്. ഇത് ഇന്നലെ രാത്രി 8 മണി 9 മണി ആയപ്പോ പോയി മേടിച്ചതാണ്. ബ്ലൗസ് ഇന്നലെയാണ് അടിച്ചു കൊണ്ടുവന്നത്. ഇതും അതേപോലെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോവാലോ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ടർഫിലേക്ക് പോവുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു കേട്ടോ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മൾ പോന്നു നടന്നിട്ടാണ് പോണത്. സെറ്റാക്കാം. എനിക്ക് ഒരു ഭയങ്കര ക്രൗഡായിരുന്നു, അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ എനിക്ക് എൻ്റെ പിള്ളേർ സഹായിക്കുന്നുണ്ട് എൻ്റെ പാവാട പൊക്കിയിട്ട്. ഇവർ പണ്ടേ പൊക്കിയാളാണ്, അതുകൊണ്ട് പിന്നെ പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേ മെയിൻ നോട്ടിലൂടെയാണ് നമ്മുടെ ഈ ഫാഷൻ പരേഡ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. 3 ഗ്ലാസ് ചായ, 1 ഗ്ലാസ് കട്ടൻ ചായ. അതാണ് നമ്മുടെ ഒരു ഇത് വന്നിട്ടുള്ളത്. അത് ചൂട് ചായയും നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളത് പറയാലോ. ഇത് മറ്റേ ടർഫിന്റെ അവിടെ ഉള്ള കട കേട്ടോ, അടിപൊളിയാണ്. കുറുകത്താനെയാണ്. ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് കഴിക്കുക, അടിപൊളി സാധനമാണ്. പ്രൊമോഷൻ ഒന്നല്ലല്ലോ, ഞങ്ങൾ ഉള്ളത് അറിഞ്ഞുകൊണ്ട് പറയാല്ലേ. അടിപൊളിയാണ്. നല്ല ചൂട് ചായ, ചൂട് ലോലിപോപ്പ്, അതിൻ്റെ കൂടെ നല്ല അസൽ ചമ്മന്തി കേട്ടോ. ചമ്മന്തി ഒരു രക്ഷയില്ല. പഴംപരിക്ക് വരെ കൂട്ടി ചമ്മന്തി അടിക്കുന്നുണ്ട് ഇവള്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ചമ്മന്തിന്റെ ടേസ്റ്റ് മനസ്സിലാക്കണം. കൊള്ളാം. ഗേസ്, അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോവാട്ടോ. അപ്പോഴാണ് ഗേസ് ഞങ്ങൾ ഇവിടെ ടിപ്പുവിന്റെ വീടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ടിപ്പുവിന്റെ വീട്, കണ്ടോളൂ. ഓക്കെ ഗേൾസ്, സെറ്റല്ലേ? ഓക്കെ ഗേസ്, അങ്ങനെ നമ്മളെ നാടെത്തിയിട്ടുണ്ട്. നാട്ടിലൊക്കെ ഇവിടെ ഫുൾ പരിപാടിയാണ്. സാഹിത്യ ഉത്സവം അല്ലേ? ഓക്കെ ഗൈസ്, ഇവിടെ സാഹിത്യ ഉത്സവമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലോട്ടോ ഫുൾ ആൾക്കാരാണ്. കണ്ടോളൂ, കണ്ടില്ലേ? അപ്പോ എന്റെ എൻഗേജ്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? ഇങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രത്തിൽ ഇത് ആദ്യമായി. അതെ ഗൈസ്, നിങ്ങൾ ഇത് അറിയുന്നുണ്ടോ? ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇതുവരെ നടന്നു വന്ന് ചായ കുടിച്ച് നമ്മൾ ഇത് ഓക്കെ ഗൈസ്, എന്തേലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഇനി കല്യാണത്തിന് ഞാൻ മുൻകൂട്ടി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അല്ലേ? ഫുൾ സെറ്റ് ആണ്, ഫുൾ ഓൺ ആണ്, ഫുൾ പവർ ആണ്. ഓക്കെ ബൈ ഗൈസ്, ഫോണിൽ ചാർജ് തീർന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നൊരു ദിവസം കാണാം അല്ലേ? അപ്പോൾ നമ്മൾ പിന്നൊരു ദിവസം കാണുന്നതായിരിക്കും. വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താം. എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എൻ്റെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ എൻ്റെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഭാഗ്യത്തിന് രാവിലെ നല്ല മഴ പെയ്തു, പക്ഷെ ഇപ്പൊ പെയ്തില്ല. ദൈവത്തിന്റെ ഓരോരോ അനുഗ്രഹങ്ങൾ. ഇപ്പൊ മഴക്കാർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ട് ഗൈസ്, അല്ലേ? അപ്പോ നമ്മളിവിടെ അപ്പൊ ഗൈസ്, നമ്മുടെ നാടാണ്.
നമ്മുടെ നാട്ടിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. എൻഗേജ്മെന്റ് അതെ യാ ഇത് നോക്കൂ ഗൈസ്, ഒരാൾ പിടിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നടത്തം. ഹീല് കാണണോ? അല്ല, ഈ പുറത്ത് ഒളിപ്പുറത്ത് പിടിക്കും. അവള് ബാക്കിലൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ ഗൈസ് വീഡിയോ ഇവിടെ